ഡോക്ടർ കെ ജയപ്രസാദ്, മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് എന്താണ്? മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് ചരിത്രപരമായ ഒരു വിജയമാണ്. ഒന്ന് BJPയെ സംബന്ധിച്ച് ബോംബെയിൽ ഏതാണ്ട് BJP മുന്നണിക്കോ ഏതാണ്ട് 3 പതിറ്റാണ്ടിന് ശേഷം അവർക്ക് അധികാരത്തിൽ വരാൻ കഴിയുന്നു. അതുതന്നെ ഏറ്റവും വലിയൊരു വളരെ ചരിത്രപ്രധാനമായൊരു വിധിയാണ്. മറ്റൊന്ന്, നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു പുതിയൊരു സങ്കല്പം, അതായത് നമ്മൾ ഡബിൾ എൻജിൻ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. ഡബിൾ എൻജിൻ ഗവൺമെൻറ് UP ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും സംസ്ഥാനത്തും കേന്ദ്രത്തിലും BJP ഭരിക്കുന്ന അവസ്ഥ. അതിൽ നിന്ന് ട്രിപ്പിൾ എൻജിൻ സർക്കാർ എന്നുള്ള തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിശേഷിച്ചും മുനിസിപ്പൽ കോർപ്പറേഷൻസും അതുപോലെ സംസ്ഥാന ഭരണവും കേന്ദ്രവും സംയോജിച്ചുകൊണ്ടുള്ള ഒരു വികസന രാഷ്ട്രീയം. അത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ, വിശേഷിച്ചും ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്ത്രീ പങ്കാളിത്തമാണ്. ഇപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ട്, ബീഹാർ തിരഞ്ഞെടുപ്പിൽ സ്ത്രീ പുരുഷന്മാരുടെ വോട്ടിൻ്റെ പാറ്റേണിൽ വലിയ ഡിഫറൻസ് വന്നിരുന്നു. കാരണം കേന്ദ്ര സർക്കാർ അതുപോലെ സംസ്ഥാന സർക്കാരും ഇനിഷ്യേറ്റ് ചെയ്ത സ്ത്രീ ശാക്തീകരണ ശ്രമങ്ങൾ, ഒരുപാട് സാമ്പത്തികം ഉൾപ്പെടെയുള്ള സകല മേഖലയിൽ നടത്തിയ ശ്രമങ്ങൾ അതിൻ്റെ വിജയം കണ്ടതിനൊരു തെളിവാണിത്. മറ്റൊന്ന്, ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത് 2 രാഷ്ട്രീയ കുടുംബങ്ങൾ കഴിഞ്ഞ 3-3.5 പതിറ്റാണ്ടായിട്ട് മഹാരാഷ്ട്ര അടക്കി വാണിരുന്ന പവാറിൻ്റെ കുടുംബവും താക്കറെയുടെ കുടുംബവും ആ രാഷ്ട്രീയത്തിൽ നിന്ന് അസ്തമിക്കുകയാണ്. ഒരർത്ഥത്തിൽ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം കൂടെ കുറിക്കുന്നതാണ്. കാരണം ഗ്രാസ് റൂട്ട് തലത്തിലായിരുന്നു ശിവസേനയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതും ശിവസേന മോശമല്ലാതെ പ്രകടനം കാഴ്ചവെക്കുമെന്നായിരുന്നു. കാരണം ഉദ്ധവ് താക്കറെയുടെ നേതൃത്വം ആ തരത്തിൽ ഗ്രാസ് റൂട്ട് തലത്തിൽ ശക്തി ആർജിക്കും എന്നൊരു കരുതലുണ്ടായിരുന്നു. കേരളത്തിലെ CPM-നെ പോലെ മഹാരാഷ്ട്രയിലെ ശിവസേന അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ ഇറങ്ങിപ്പോയൊരു പാർട്ടിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ NCP ആണെങ്കിലും ശിവസേനയാണെങ്കിലും, അതായത് ജനകീയമായ NCPയും ജനകീയമായ ശിവസേനയും BJP പക്ഷത്ത് നിൽക്കുന്നതാണ്, ഷിൻഡെ പക്ഷത്ത് നിൽക്കുന്നതാണ്, അജിത് പവാറിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതാണ്. മറ്റൊരു പ്രധാനമായ ഒരു വിഷയം ഇവിടെ ഉന്നയിച്ചത്, BJP അവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ വിഭജിച്ചുകൊണ്ടാണ് BJP വിജയം നേടുന്നതെന്ന് കേരളത്തിലിരുന്നുകൊണ്ട് ശ്രീ നിയാസിനെ പോലെയുള്ളൊരു രാഷ്ട്രീയ നേതാവ്, കോൺഗ്രസ് നേതാവ് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കേരള കോൺഗ്രസ്സുകളെ തന്നെ എത്ര തവണയാണ് കേരളത്തിൽ വിഭജിച്ചത്? അത് കോൺഗ്രസ് പാർട്ടിയാണോ വിഭജിച്ചത്? അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിഭജിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെ പാർട്ടികളാണെങ്കിലും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ വിഭജനം എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു ജനിതകമായ ചില വിഷയങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കുടുംബാധിപത്യം ഉള്ളത് കൊണ്ടുണ്ടാകുന്നൊരു പ്രക്രിയയാണ്. അതിൽ BJP വളരെ തന്ത്രപരമായിട്ട് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ, അല്ലെങ്കിൽ ശക്തമായ രാഷ്ട്രീയ പാർട്ടികളെ ചില അഴിമതിയുടെ പേരിലാണ് വിഭജിച്ചിട്ടാണ് നേട്ടമുണ്ടാക്കുന്നതെന്ന് പറയുന്നത് യാതൊരു ന്യായീകരണമില്ല. മറ്റേ അജിത് പവാറിൻ്റെ കാര്യം പറയുമ്പോൾ അതേ ഷിൻഡെയുടെ കാര്യം പറയുന്നില്ല, അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെയുടെ കാര്യം പറയുന്നില്ല. അവിടെ എന്ത് അഴിമതിയാണുള്ളത്? അപ്പം ആശയപരമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ നിന്ന് വിഘടനവാദികളോടൊപ്പം കൂട്ടുചേർന്ന ശിവസേന ഇന്ത്യയിലെ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ വളരെ ശക്തമായ ദേശീയ നിലപാടുള്ളൊരു സമൂഹമാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ. അപ്പം അത് നമുക്ക് ചരിത്രപരമായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു ജനസമൂഹം, അത് ശിവജിയെ പോലെയുള്ള ഒരു നേതൃത്വത്തെ അംഗീകരിക്കുന്ന ജനസമൂഹം, ആരാധിക്കുന്ന ഒരു ജനസമൂഹം ഇന്നത്തെ ശിവസേന, താക്കറെയുടെ ശിവസേനയുടെ നയങ്ങളെ സ്വീകരിക്കുന്നതല്ല. കാരണം അത് രാജ്യത്തെ വിഘടനവാദ ശക്തികളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. മറ്റൊന്ന്, ഇന്ന് കോൺഗ്രസ് ദേശീയ തലത്തിൽ എടുക്കുന്നൊരു നയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നയമാണ്. അത് കേരളത്തിലെ ഉപദേശകരാണ് ദേശീയ തലത്തിൽ കൊടുക്കുന്നത്. അതായത് മുസ്ലിം ലീഗിനെയും പ്രീണന രാഷ്ട്രീയത്തിലൂടെ ഈ 21-ാം നൂറ്റാണ്ടിലും മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നതാണ്. കാരണം യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾ ഈ വിഘടനവാദ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിനെ എതിർത്തുകൊണ്ട് വികസന രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ്. അതുകൊണ്ട് വിശേഷിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് സ്ത്രീ വിഭാഗങ്ങൾ, അമ്മമാരും സഹോദരിമാരും തിരഞ്ഞെടുപ്പിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം, അവരുടെ കുടുംബങ്ങളിലുണ്ടായ മാറ്റം, സമൂഹത്തിലുണ്ടായ സുരക്ഷ ഉൾപ്പെടെ നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയങ്ങളെ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഇത് കാണാതെ നമ്മൾ ഏകപക്ഷീയമായിട്ട് ഒരു വരട്ടുവാദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അതെ.